തണുപ്പ് തുടങ്ങിയാൽ UAEയിലെ ഫിഷിംഗ് പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത കാര്യമാണ് ഗാർഡനിങ്. നമുക്ക് വില്ലയുടെ ഫ്രണ്ടിലുള്ള സ്ഥലം ഇതുപോലെ വെയിൽ കെട്ടിത്തിരിക്കും. കാരണം റോഡ് സൈഡ് അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കാണുന്നവർക്ക് അത് അവരുടെ കൂടിയാണെന്നൊരു തോന്നലുണ്ടാവും. ഇതുപോലെ കച്ചറയായിട്ട് കിടന്നിരുന്ന സ്ഥലമാണ് നമ്മൾ ക്ലീനാക്കി ഇതുപോലെയാക്കിയത്. വിത്തുകളൊക്കെ നമ്മളിവിടെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കും. ഇന്ന് കുറച്ച് ബീൻസിൻ്റെ വിത്ത് നമ്മൾ ഇടാമെന്ന് വെച്ചേക്കണേ. റെഡ് കളർ അവരെന്തോ കെമിക്കൽ കോട്ട് ചെയ്തേക്കുന്നതാണ് ചീത്തയാവാതിരിക്കാൻ. അങ്ങനെ കപ്പുകളിലാണ് നമ്മളിതെല്ലാം ചെയ്യാറ്. കൂട്ടത്തിൽ മോനെ കൂടി ഇതിലെല്ലാത്തിനും ഇൻക്ലൂഡ് ആക്കും. പിള്ളേർ മണ്ണിലൊക്കെ കളിച്ച് ചെളിയൊക്കെ പറ്റി വളരണം എന്നുള്ള ചിന്താഗതിക്കാരാണ്. ഞാൻ തന്തവൈബാണോ എന്നറിയില്ല, എന്നാലും അങ്ങനെയാണ്. ഇതേപോലെ എല്ലാ കാര്യത്തിനും അവൻ കൂടെ നിൽക്കാറുണ്ട്, വെള്ളമൊഴിക്കാനും. ഞങ്ങളിങ്ങനെ കപ്പുകളിലായിട്ട് നടുമ്പോൾ ഞങ്ങൾക്കത് പിന്നീട് ഗാർഡനിലേക്ക് മാറ്റി നടാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളി പൂച്ചസാറിൻ്റെ ആക്രമണമാണ്. പൂച്ചസാറും കുടുംബവും ഒരിക്കലും ഇത് വളരാൻ അനുവദിക്കില്ല. ഇതുപോലെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന പയറിൻ്റെ തൈകളാണ് ഒറ്റ രാത്രി കൊണ്ട് അങ്ങേരും കുടുംബവും ഇങ്ങനെയാക്കി തന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇതേപോലത്തെ ഒരു സംഭവം സെറ്റാക്കി മുകളിലങ്ങ് കവർ ചെയ്ത് വെച്ച് കൊടുത്തു. ഇപ്പോൾ ചെറിയ ആശ്വാസമുണ്ട്. എൻ്റെ അലവേരയുടെ ഒരു സൈഡ് കളഞ്ഞാൽ. ഇത് കുറച്ച് പൂക്കളുടെ തൈകളാണ്, പേരറിയില്ല. കുറച്ച് വെണ്ടത്തൈ വളർന്ന് നിൽക്കുന്നുണ്ട്. അത് നമ്മളിന്ന് ഗാർഡനിലേക്ക് മാറ്റി നടും. അടുത്ത ഐറ്റം പൊന്നാങ്കണ്ണി ചീര. മമ്മി നാട്ടിൽ നിന്ന് ആരോടോ പറഞ്ഞ് ഒരു 2 തണ്ട് കൊണ്ടുവന്ന് നട്ടതാണ്. ഇപ്പോൾ ഇത് തട്ടിയിട്ട് നടക്കാൻ വഴിയില്ല. എന്തൊക്കെയോ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ് എന്നും രാവിലെ എടുത്ത് കഴിക്കുന്നുണ്ട്, എനിക്കും തരുന്നുണ്ട്. എന്താകുമോ എന്തോ. അടുത്തത് നമ്മൾ വെണ്ടത്തൈ നടാനുള്ള പരിപാടിയിലാണ്. ഒരു കുഴിയൊക്കെ കുത്തി കൊടുത്തു. അപ്പോൾ നാച്ചുവിന് തന്നെ നടണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിലിട്ടിട്ട് ആൾ വലിയ ഗ്ലൗസൊക്കെ എടുത്തിട്ട് മണ്ണൊക്കെ തട്ടി റെഡിയാക്കുന്നുണ്ട്. ഞാനിങ്ങനെ അപ്പുറത്തുനിന്ന് വീക്ഷിച്ച് എത്രത്തോളം പോകുന്നറിയാൻ. അങ്ങനെ ഞങ്ങൾ 9 വെണ്ടത്തൈകൾ നട്ടു, നനച്ചു, നല്ല ഉഷാറായിട്ടിരിക്കുന്നു. ചെക്കനവിടെ മുരിങ്ങ നനച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മുരിങ്ങകൾ ഞങ്ങൾക്ക് എന്നും ഇലയെടുക്കാൻ പാകത്തിന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ പ്രാവശ്യം കുറേ മുരിങ്ങയും കിട്ടുന്നതായിരിക്കണം. ഈ വില്ലകളിലുള്ള എല്ലാവർക്കും നമ്മൾ ഇതിൽ നിന്ന് പറിച്ചു കൊടുക്കലുണ്ട്. ലാസ്റ്റ് ഇയർ നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എല്ലാം ഓർഗാനിക്. അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു സന്തോഷവും നമുക്ക് ഒരു ഡിഫറെൻറ്റ് തന്നെയാണ്. ഇതിലേറ്റവും കൂടുതൽ സപ്പോർട്ട് വൈഫാണ്. കാരണം അവളിങ്ങോട്ട് വരാറുമില്ല, ഒരു അഭിപ്രായം പറയാറുമില്ല. അതുകൊണ്ട് എല്ലാം നമുക്ക് അതിൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അമ്മൂമ്മയും കൊച്ചുമോളും കൂടി കാറ്റ് കൊള്ളാൻ ഇറങ്ങിയിട്ട് വരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ വൈകുന്നേരങ്ങളിൽ പുറത്ത് വന്നിരിക്കാറുണ്ട്. ആ മരങ്ങളിലൊക്കെ ഒരുപാട് കിളികളൊക്കെ വന്നിരിക്കും, കുട്ടികളുണ്ടാവും കളിക്കാൻ. അങ്ങനെ നല്ലൊരു വൈബുള്ളൊരു ഏരിയയാണ്. അപ്പോൾ പിന്നെ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. ബൈ.